കേരളത്തിൽ വ്യവസായ വികസനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടായ ഗുണപരമായ മാറ്റമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ നടന്ന 5ാമത് കേരള പഠന കോൺഗ്രസ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. മുമ്പൊക്കെ എങ്ങനെ സംരംഭം തുടങ്ങാൻ അനുവദിക്കാതിരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥ മേധാവിത്വം ഗവേഷണം ചെയ്തിരുന്നത്. ഇത് ആരുടെയും കുറ്റമല്ല, പണ്ടേ തുടർന്നു വന്ന സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തിന് മാറ്റം വന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ മാറ്റം പ്രതിഫലിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണെന്നും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആദ്യ വർഷം 1 ലക്ഷം സംരംഭങ്ങൾ വന്നു. 3 വർഷം പൂർത്തിയായപ്പോഴേക്കും 3.25 ലക്ഷത്തോളം സംരംഭങ്ങളായി. വമ്പിച്ച ഈ മാറ്റമുണ്ടാക്കിയത് തദ്ദേശ ഭരണത്തിലുണ്ടായ പരിവർത്തനമാണ്. അതിന് പശ്ചാത്തലമൊരുക്കിയത് ജനകീയ ആസൂത്രണമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അധികാരാവകാശങ്ങളിൽ താഴെ തലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഈ വിഭാഗങ്ങൾക്ക് മുഴുവൻ അവരുടെ അധികാരാവകാശങ്ങൾ വലിയ രീതിയിൽ പോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകണം. അങ്ങനെ നൽകുമ്പോഴാണ് ജനകീയ ആസൂത്രണം. സത്യം പറഞ്ഞാൽ ഇത് പകുതിയുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ഈ പറയുന്ന ഒരു കാര്യവും നൽകുന്നില്ല. നൽകണമെന്ന് പഴയ കാലം മുതലേ ആവശ്യപ്പെട്ടിരുന്നതാണ്, തന്നിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോൾ കാൽനൂറ്റാണ്ടായല്ലോ, അധികാര വികേന്ദ്രീകരണത്തിന്റെ അനുഭവത്തിന്റെ കാൽനൂറ്റാണ്ട് കഴിഞ്ഞല്ലോ, ഇപ്പോഴും നൽകിയിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്രം കേരളത്തിന് നൽകേണ്ടുന്നത് നൽകാതിരിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഉൾപ്പെടെ GST ഉൾപ്പെടെ വെച്ച് അവർ കയ്യാളി പിടിച്ചിരിക്കുകയാണ്. എല്ലാ സാമ്പത്തിക സോഴ്സും അവരുടെ കയ്യിലാണ്. അവർ തന്നാ തന്നു, തന്നില്ലെങ്കിൽ തന്നില്ല. ഇപ്പോഴേറ്റവും അവസാനത്തെ ചിത്രം അതാണ്. തന്നാൽ തന്നു, തന്നില്ലെങ്കിൽ തന്നില്ല. നിർബന്ധിച്ച് പറയാൻ കോടതിക്ക് പോലും സാധിക്കാത്ത അവസ്ഥ നമ്മൾ കണ്ടു. കോടതിയിൽ തന്നെ നിരവധിയായ കേസുകൾ ഇപ്പോൾ വന്നു. അപ്പോൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പുതിയ തലത്തിലാണ് രാജ്യം കൈകാര്യം ചെയ്യപ്പെടുന്നത്. അധികാര വികേന്ദ്രീകരണത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിനും മാതൃകയാണെന്ന് മുൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി മണിശങ്കർ അയ്യർ പറഞ്ഞു. കേരള പഠന കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. In any system, and 50.1 at least should be left for what we call the general category. But over and above this, Rajiv saw that the most oppressed class in India was not the Dalits, it was not the Adivasis, it was not the OBCs, it was women belonging to all these categories. And so for the first time in the constitutional history of India, he decided that since he was bringing in a new system of Panchayati Raj, along with that system, he would bring in reservations of 30% for women. Dr. KT Jalil, AC Moideen, KC Joseph, MK Munir, CT അഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. തദ്ദേശ മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, തോമസ് ഐസക്, ഡോക്ടർ മീനാക്ഷി സുന്ദരം, പ്രൊഫസർ പളനി ദുരൈ, SM വിജയാനന്ദ്, ഡോക്ടർ MN റോയ്, സിംല മുൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഇക്കന്ദർ സിംഗ് തൽവാർ, ഡോക്ടർ KN ഹരിലാൽ, ഡോക്ടർ PK ജമീല തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.